നിലയ്ക്കൽ പമ്പ ശബരിമല റൂട്ടിൽ അനധികൃത ടാക്സി സർവീസുകൾ വർദ്ധിക്കുന്നു. അധികൃതരുടെ മൗന അനുമതിയോടെയാണ് സർവീസുകൾ തുടരുന്നത്. തീർത്ഥാടകരിൽ നിന്നും 1000 രൂപ മുതൽ ഈടാക്കുന്നുണ്ട്. നിലയ്ക്കൽ പമ്പ ടാക്സി സർവീസ് ഹൈക്കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റി നിലയ്ക്കലിലേക്കും സർവീസ് നടത്തുന്നു. നിലവിൽ KSRTC ബസ്സുകൾക്ക് മാത്രമാണ് റൂട്ടിൽ സർവീസ് നടത്താൻ നിയമപരമായ അനുമതിയുള്ളത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? കൃഷ്ണരാജ്, അതായത് ഈ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് സാധാരണഗതിയിൽ തീർത്ഥാടകരുടെ സ്വകാര്യ വാഹനങ്ങൾ പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കടത്തിവിടാത്തൊരു സാഹചര്യമാണ്. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് KSRTC അവിടെ നിന്നും തീർത്ഥാടകരിൽ നിന്നും വലിയ തോതിൽ തുകയടക്കം ഈടാക്കിക്കൊണ്ട് തീർത്ഥാടകരെ പിഴിയുന്ന നിലപാടുമുണ്ട്. ഇപ്പോൾ അതിന് പുറമെയാണ്, അല്ലെങ്കിൽ തീർത്ഥാടകരുടെ സ്വകാര്യ വാഹനം കടത്തിവിടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ അനധികൃതമായിട്ട് ടാക്സി സർവീസ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ നമ്മൾ വാർത്ത പുറത്തുവിടുന്നത്. അതായത് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്കും തീർത്ഥാടകരെ ഈ ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള തീർത്ഥാടകരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ടാക്സികൾ ഇങ്ങനെ സർവീസ് നടത്തുന്നു എന്നുള്ളതാണ്. ഇതിന് 1000 രൂപ മുതലാണ് ഈ തീർത്ഥാടകരിൽ നിന്നും ഈടാക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നിലവിൽ ധാരാളമായിട്ട് ടാക്സി സർവീസ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് നടക്കുന്നു. ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുള്ളതാണ് ഈ രീതിയിൽ ടാക്സി സർവീസ് ഒന്നും പാടില്ല എന്നുള്ളത്. KSRTC മാത്രമാണ് ഈ പൊതുഗതാഗതം എന്നുള്ള രീതിയിൽ സർവീസ് നടത്താനായിട്ട് അനുമതിയുള്ളത്. അവിടെയാണ് ഈ അധികൃതരുടെ മൗനാനുമതിയോടുകൂടി അനധികൃതമായിട്ട് ടാക്സി സർവീസുകൾ നടത്തുന്നത്. 100ഓളം ടാക്സികൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ നിന്നുമുള്ള അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ നിലയ്ക്കലെത്തി ടാക്സി സർവീസുകൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് വിവരങ്ങൾ ണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതൊക്കെ കൃത്യമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. അവർക്കെതിരായിട്ട് കൃത്യമായിട്ട് നിയമ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ രീതിയിൽ അനധികൃതമായിട്ട് ടാക്സി സർവീസുകൾ നടക്കുന്നു. ഇത് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് മാത്രമല്ല സർവീസ് ഉണ്ട്. ശബരിമലയിൽ നിന്ന് നടത്തി നിലയ്ക്കലേക്കും ഈ രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്, ടാക്സി ട്രിപ്പ് അടിക്കുന്നുണ്ട്. ശബരിമല റൂട്ടിൽ അനധികൃത ടാക്സി സർവീസുകൾ വർദ്ധിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.